ബംഗ്ലാദേശിൽ ഇപ്പോൾ പ്രതിഷേധം എന്നാൽ സ്ഫോടനം എന്നായിരിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ജനപ്രിയമായിട്ടുള്ള പ്രതിഷേധ മുറ എന്ന് പറയുന്നത് സ്ഫോടനമായി മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ധാക്കയിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ അന്തിമ വിധി വരാനിരിക്കെ ബംഗ്ലാദേശിൽ വീണ്ടും വ്യാപകമായിട്ടുള്ള സ്ഫോടന പരമ്പര. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബംഗ്ലാദേശിലെമ്പാടുമായിട്ട് നിലനിൽക്കുന്ന പ്രക്ഷോഭങ്ങളും തീവയ്പും കലാപങ്ങളിലുമൊക്കെ രാജ്യം വിറങ്ങലിച്ചു നിൽക്കുമ്പോഴാണ് വീണ്ടും ഈ സ്ഫോടന പരമ്പര. മുൻപ് ഡൽഹി സ്ഫോടനത്തിന് തൊട്ടടുത്ത ദിവസം ബംഗ്ലാദേശിൽ 11 സ്ഫോടനങ്ങൾ നടന്നിരുന്നു. ബംഗ്ലാദേശ് തലവൻ മുഹമ്മദ് യൂനസ് സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്കുകൾക്ക് സമീപമായിരുന്നു ആ സ്ഫോടനങ്ങൾ. 1971 യുദ്ധത്തിൽ സ്ഥാപിതമായിട്ടുള്ള ബംഗ്ലാദേശ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രധാനമായും യുദ്ധക്കുറ്റങ്ങൾ, പാകിസ്ഥാനെതിരെയുള്ള യുദ്ധക്കുറ്റങ്ങൾ വിചാരണ ചെയ്യാൻ ഉദ്ദേശമിട്ട് ആരംഭിച്ച ട്രിബ്യൂണലാണ്. കഴിഞ്ഞ വർഷം നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെ തുടർന്ന് ഹസീന ഭരണകൂടം നിലംപതിക്കുകയും ജീവൻ ഭയന്ന് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തിരുന്നു. ഇന്നിപ്പോ ആ പ്രക്ഷോഭത്തിൽ ഉണ്ടായ വെടിവയ്പിൽ 800 മുതൽ 1400 പേരെ കൊല്ലാൻ ഉത്തരവിട്ടു എന്ന പേരിൽ മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ചാർജുകളാണ് ഹസീനയ്ക്കെതിരെ കോടതി ചുമത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ കോടതിയിൽ വാദഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ പ്രോസിക്യൂട്ടർമാർ ഇന്ത്യയിൽ തുടരുന്ന ഹസീനയ്ക്ക് വധശിക്ഷ നൽകണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അതേസമയം പ്രക്ഷോഭകർക്കെതിരെ വെടിവയ്ക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ധാക്ക മെട്രോപൊളിറ്റൻ പോലീസ് കമ്മീഷണർ. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു ബംഗ്ലാദേശ് വീണ്ടും ക്രൂഡ് ബോംബുകളുടെ സ്ഫോടന ശബ്ദങ്ങളാൽ കലുഷിതമായത്. മുഹമ്മദ് യൂനസിന്റെ ഉപദേശക സമിതി അംഗത്തിന്റെ വസതിക്ക് പുറത്ത് 2 ക്രൂഡ് ബോംബുകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഹസീനയുടെ നിരോധിക്കപ്പെട്ട അവാമി പാർട്ടിക്കാരാണ് ഇതിന് പിന്നിലെന്നാണ് യൂനസ് സർക്കാർ ആരോപിക്കുന്നത്. അവാമി ലീഗിന്റെ ഫേസ്ബുക്ക് പേജിൽ രാത്രിയിൽ അപ്ലോഡ് ചെയ്ത വൈകാരികമായ ഒരു ഓഡിയോ പ്രസംഗത്തിൽ സർക്കാർ വിലക്ക് വകവയ്ക്കാതെ തെരുവ് പ്രതിഷേധങ്ങളിൽ തുടരാൻ ഹസീന പാർട്ടി അനുയായികളോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. അനുയായികളോട് ഭയപ്പെടേണ്ട എന്നും കോടതി വിധി എന്ത് തന്നെ ആയാലും തന്നെ ഒരു ചുക്കും അതിന് ചെയ്യാനാവില്ല എന്നും അവർ പറഞ്ഞു. കൊള്ളപ്പലിശക്കാരനായ യൂനസിന്റെയും കൊലപാതകരുടെയും അഴിമതിക്കാരുടെയും ഭരണത്തിനെതിരെ തളരാതെ പോരാടാനും അവർ അനുയായികൾക്ക് പ്രചോദനം നൽകി. ബംഗ്ലാദേശിന്റെ താൽക്കാലിക തലവനായി സ്ഥാനാരോഹണം ചെയ്ത യൂനസ് മാസങ്ങൾക്കുള്ളിൽ ഇലക്ഷൻ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ യൂനസിന്റെ പാർട്ടിക്ക് വെല്ലുവിളി ഉയർത്താൻ കെൽപ്പുള്ള അവാമി പാർട്ടി നിരോധിച്ചിട്ടായിരുന്നു ആ പ്രഖ്യാപനം എന്ന് മാത്രം. അതേസമയം ഹസീനയ്ക്ക് അപ്പീൽ പോകാൻ 30 ദിവസം സമയം കൊടുക്കുമെന്നും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറിയിച്ചിട്ടുണ്ട്. കോടതി വിധിയുടെ പ്രസക്ത ഭാഗങ്ങൾ ബംഗ്ലാദേശിന്റെ ദേശീയ മാധ്യമങ്ങളിലൂടെ പ്രക്ഷേപണം ചെയ്യുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.